നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഈ പേര് കേൾക്കുമ്പോൾ ചിലർക്ക് ഹാലിളകും, ചിലർക്ക് പുച്ഛം തോന്നും, ചിലർ അവജ്ഞതയോടെ നോക്കും, ചിലർ പുഞ്ചിരിക്കും, ചിലർ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും. ഒരു ജനതയുടെ മുഴുവൻ കാവൽക്കാരനാണ്. അത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിമർശനങ്ങൾ ഒരു പാർട്ടിയോട് നമുക്കുണ്ടാകും, സ്വാഭാവികമാണ്. എല്ലാ പാർട്ടി എല്ലാവർക്കും സ്നേഹിക്കാൻ കഴിയില്ല. പക്ഷേ ആ വിമർശനങ്ങൾ പറയുമ്പോഴും നമ്മുടെ രാജ്യം എത്ര ഉന്നതിയിലാക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞു എന്ന് ചിന്തിച്ചിട്ട് വേണം അദ്ദേഹത്തെ നിരന്തരം കടന്നാക്രമിക്കാൻ എന്നാണ് പറയാനുള്ളത്. മോദി സ്നേഹമോ മോദി വിരുദ്ധതയോ അല്ല. ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ നരേന്ദ്രമോദിയെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല കാഴ്ചപ്പാടുകളെയും പല രീതിയിൽ വായിച്ചും കണ്ടും മനസ്സിലാക്കിയും അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. BJP എന്ന പാർട്ടിയോട് ഒരുപക്ഷെ വിരുദ്ധതയുണ്ടാവാം, നിലപാടുകളോട് വിരുദ്ധതയുണ്ടാകാം, പല നിലപാടുകളും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതുമായിരിക്കില്ല. പക്ഷേ എങ്കിൽ പോലും നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന പലരും ആക്ഷേപിച്ച് വിളിക്കുന്ന ചായക്കടക്കാരൻ, ആ ചായക്കടക്കാരൻ ഇന്ത്യയിൽ നിന്ന് എത്തിച്ചിരിക്കുന്നത് എവിടെയാണ്? അവിടെയാണ് മോദിയെ രണ്ട് കൈയും കൂപ്പി തൊഴേണ്ടത് എന്നുള്ളതാണ്. ഇത് പലർക്കും പിടിക്കില്ല, ചിലപ്പോൾ ഈ പറയുന്നത് പലർക്കും ദഹിക്കില്ല, പലർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ 70 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ചെയ്തതും 10 വർഷം ഇന്ത്യ ഭരിച്ച BJP ചെയ്തതും എന്താണ് എന്ന് ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റിജു എബ്രഹാം ഇടുക്കിയിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിലിട്ട അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ ഒരു പോസ്റ്റ് ഇന്നൊരാൾ അയച്ചു തന്നതാണ്. വായിച്ചപ്പോൾ അത് പ്രേക്ഷകരുടെ കൂടി മുന്നിൽ എത്തിക്കണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ പോസ്റ്റ് നിങ്ങളുടെ മുന്നിൽ കൂടി എത്തിക്കുന്നത്. അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന കിടുചങ്കു ബ്രോ, അബ്ദുൽ കലാം സാറിനെ മാറ്റി നിർത്തിയാൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല പാർലമെൻറ്റിൻ്റെ പടികളിൽ തൊട്ട് വന്ദിച്ചൊരു നേതാവിനെ, ഞാൻ നിങ്ങളുടെ പ്രധാന സേവകനാണ് എന്ന് പറഞ്ഞൊരു നേതാവിനെ, ഒറ്റ ദിവസം കൊണ്ട് രാജ്യത്തെ ഇളക്കി മറിക്കുന്ന തീരുമാനമെടുത്ത് അത് നടപ്പാക്കുന്നൊരു നേതാവിനെ, പരസ്പരം നശിപ്പിക്കാൻ ഒരുങ്ങിയിരുന്ന ബദ്ധവൈരികളായ രാജ്യങ്ങളുടെ പൊതുവായ സുഹൃത്താക്കി നമ്മുടെ രാജ്യത്തെ മാറ്റുന്നൊരു നേതാവിനെ, വർഷം മുഴുവൻ ഒരു ദിവസം പോലും അവധിയില്ലാതെ ജോലി ചെയ്യുന്നൊരു നേതാവിനെ, സ്വകാര്യ ആവശ്യങ്ങൾക്ക് 1 രൂപ പോലും സർക്കാർ ഖജനാവിൽ നിന്ന് എടുക്കാത്ത ഒരു നേതാവിനെ, മറിച്ച് തനിക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ ലേലം ചെയ്ത് കിട്ടുന്ന തുക പോലും സാമൂഹിക സേവനത്തിന് ഉപയോഗിക്കുന്ന ഒരു നേതാവിനെ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു രാജ്യത്തിൽ ഒരഴിമതിയും ഇല്ലാതെ ഭരിക്കുന്നൊരു നേതാവിനെ, ഭയത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ ശത്രുവിനോട് പോലും സൗഹൃദത്തിന് ശ്രമിക്കുന്ന ഒരു നേതാവിനെ, എല്ലാ വർഷവും അതിർത്തിയിലെ പട്ടാളക്കാരോടൊപ്പം ദീപാവലി ആഘോഷിക്കുന്ന ഒരു നേതാവിനെ, അഹങ്കാരമില്ലാതെ ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയായൊരു നേതാവിനെ, മേക്ക് ഇൻ ഇന്ത്യയും സ്വച്ഛ് ഭാരതും ഒരേ രീതിയിൽ നടപ്പാക്കുന്നൊരു നേതാവിനെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നിട്ടും ജനങ്ങളോട് ചായക്കടയിൽ ചർച്ച നടന്നൊരു നേതാവിനെ, വിദേശ രാജ്യങ്ങളിൽ സ്ഥിര സന്ദർശനത്തിലായിരുന്നിട്ടും ഇങ്ങ് കേരളത്തിലെ ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി നടപ്പാക്കിയ IPS ഓഫീസർ വരെ അനുമോദിക്കുന്ന ഒരു നേതാവിനെ, എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ എന്നും എൻ്റെ സഹോദരീ സഹോദരന്മാരെ എന്നും ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു നേതാവിനെ, എത്ര സരസമായി സംസാരിക്കുന്ന കുറിക്കുകൊള്ളുന്ന മറുപടികൾ പറയുന്ന ഒരു നേതാവിനെ, ജനങ്ങൾക്കിടയിൽ ആരാധകരെ ഉണ്ടാക്കിയ ഒരു നേതാവിനെ, തന്നെ എതിർക്കാനെങ്കിലും രാജ്യത്തെ നൂറ്റിക്കണക്കായ പാർട്ടികളെ ഒറ്റക്കെട്ടാക്കിയ നേതാവിനെ, ഭാരത് മാതാ കി ജയ് എന്നുറക്ക വിളിക്കുന്ന നേതാവിനെ, അങ്ങനെ വിളിപ്പിക്കുന്ന നേതാവിനെ, ഓടിയെത്തേണ്ടിടത്ത് ഓടിയെത്തുന്ന, ആളെ വിടേണ്ടിടത്ത് ആളെ വിടുന്ന, മൈൻഡ് ചെയ്യേണ്ടാത്ത സ്ഥലത്ത് മൈൻഡ് ചെയ്യാതിരിക്കുന്ന നേതാവിനെ, ഇത്ര കിടിലമായൊരു പേഴ്സണാലിറ്റിയുള്ള ഒരു നേതാവിനെ, കേൾക്കുമ്പോൾ ഹൃദയം തുള്ളിക്കുതിക്കുന്ന പേരുള്ള ഒരു നേതാവിനെ, ഭാരതത്തിൻ്റെ വികസനത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ളൊരു നേതാവിനെ, അവിയൽ പ്രതിപക്ഷ പാർട്ടികൾ തലകുത്തി നിന്നിട്ടും തൊടുന്നിടത്തെല്ലാം പത്തര മാറ്റി തിളങ്ങുന്ന വിജയം കൊയ്യുന്ന ഒരു നേതാവിനെ, വാചക കസർത്തുകൾക്ക് നിൽക്കാതെ പ്രവർത്തിച്ചു കാണിക്കുന്ന ഒരു നേതാവിനെ, ദാ ഒടുവിൽ സഭ സമ്മേളിക്കാത്ത ദിനങ്ങളിലെ ശമ്പളം വേണ്ടെന്ന് പറഞ്ഞ് സഭ മുടക്കികളുടെ അണ്ണാക്കിൽ ആണിയടിച്ച കുശാഗ്ര ബുദ്ധിയുള്ളൊരു നേതാവിനെ,
ഈ രാജ്യം ഒരിക്കലും നന്നാവില്ലെന്ന് നിരാശ കൊണ്ട് ശപിച്ചിരുന്ന യുവജനതയെപ്പോലും രാഷ്ട്രീയത്തിൽ തൽപരരാക്കിയ ഒരു നേതാവിനെ, മേരെ പ്യാരെ ദേശവാസിയും എന്ന ഒരൊറ്റ വാചകം കൊണ്ട് കള്ളപ്പണക്കാരുടെയും അഴിമതിക്കാരുടെയും മനസ്സമാധാനവും ഉറക്കവും കളഞ്ഞ ഒരു നേതാവിനെ, മതം പറയാതെ ഭാരതത്തിൻ്റെ ശുഭഭാവിക്കായി ഭാരതീയരുടെ ആകെ വോട്ട് ചോദിക്കുന്ന ഒരു നേതാവിനെ, പ്രതിപക്ഷ കക്ഷികളും അവരുടെ എച്ചിൽപ്പട്ടികളായ കൂലി മാധ്യമങ്ങളും ഒന്നിച്ച് നുണപ്രചരണം നടത്തിയിട്ടും ഇപ്പോഴും 73% ഭാരതീയരുടെ പിന്തുണയുള്ള ഒരു നേതാവിനെ, പാകിസ്ഥാനും ചൈനയും ഇവിടത്തെ പ്രതിപക്ഷ കക്ഷികളും ഒരുപോലെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ശ്രമിക്കുന്ന അവർക്ക് കീറാമുട്ടി പ്രശ്നമായ ഒരു നേതാവിനെ, അതെ, ഞാൻ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആരാധകനാണ്. ചങ്കൂറ്റമുള്ളവർ തെളിയിച്ചു കാണിക്കേ. ഒന്നുകിൽ മുകളിൽ പറഞ്ഞതെല്ലാം തെറ്റെന്ന്, അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ നേതാക്കളെ. സത്യത്തിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതിൽ കൂടുതൽ എന്താ പറയുക, അദ്ദേഹം ചെയ്ത കാര്യങ്ങളെടുത്ത് പറയാൻ ഇതിൽ കൂടുതൽ വാചകങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. റിജു എബ്രഹാം, നിങ്ങളൊരു BJP-കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളൊരു രാജ്യസ്നേഹിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു തികഞ്ഞ രാജ്യസ്നേഹിക്ക് മാത്രമേ ഒരു നല്ല പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇത്രയും എന്താ പറയുക, പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ ഇത്ര നന്നായി ജനങ്ങൾക്ക് മുന്നിൽ ആ വാചകങ്ങൾ എത്തിക്കാൻ സാധിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങൾ, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ, ഇന്ത്യയുടെ സൈനിക മേഖലയിലും ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലും ഇന്ത്യയുടെ വാണിജ്യ മേഖലയിലും ഇന്ത്യയുടെ വ്യവസായ മേഖലയിലും മറ്റ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൗഹൃദങ്ങളിലും ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ, ആയുധങ്ങൾ നമ്മൾ വിൽക്കുന്ന തരത്തിലേക്ക് വരെ ഇന്ത്യ വളർന്നു എന്നുള്ളതാണ്. 18 രാജ്യങ്ങളാണ് നമ്മുടെ ബ്രഹ്മോസ് വാങ്ങാനായി കാവൽ നിൽക്കുന്നത്. മാത്രമല്ല, ലോകത്തെവിടെ പോയാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നത് കണ്ട ഇന്ത്യക്കാരായ നമ്മൾ ഓരോ നിമിഷവും അഭിമാനിക്കുകയാണ്. സൗദിയിലെത്തിയപ്പോൾ സൗദി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികൾ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഫ്ലൈറ്റ് ജെറ്റുകൾ ഉപയോഗിച്ചാണ് പ്രധാനമന്ത്രിയെ വരവേറ്റത്. അത്തരത്തിൽ ട്രംപ് മൈ ഫ്രണ്ട് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ കാവൽ നിൽക്കേണ്ടി വന്ന ഒരു ചരിത്രം ഇന്ത്യക്കുണ്ട്. ഇപ്പോൾ അതില്ല, ഒരു രാജ്യങ്ങൾക്കിടയിലും അതില്ല. ചൈനയൊക്കെ, ഇന്ത്യ തകരണമെന്ന് ആഗ്രഹിക്കുന്ന ചൈനയൊക്കെ ഇപ്പോൾ ഇന്ത്യയുമായി ഏറ്റവും അടുത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ എത്ര രാജ്യങ്ങൾ. ഇവിടെയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ഇന്ത്യയുടെ കാവൽക്കാരൻ അദ്ദേഹം വേറിട്ട് നിൽക്കുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ. ഇനിയും ഒരുപാട് വർഷം ഇന്ത്യ അദ്ദേഹം ഭരിക്കട്ടെ. കാരണം നമ്മുടെ യുവതലമുറകളെല്ലാം ഇന്ത്യ വിട്ട് മറ്റ് രാജ്യങ്ങളിൽ അഭയം പ്രാപിക്കുകയാണ്, മറ്റു രാജ്യങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ ഒരുപാട് മാറുകയാണ്. തൊഴിൽ അവസരങ്ങൾ കൂടുകയാണ്, ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ മാറുകയാണ്. നമ്മുടെ യുവാക്കൾ ഇന്ത്യയിൽ തന്നെ നിൽക്കണം, ഇന്ത്യ ഇനിയും വളരണം. അതിന് ഇതുപോലൊരു ചായക്കടക്കാരൻ തന്നെ ഇന്ത്യ ഭരിക്കണം. സ്വർണ്ണക്കറണ്ടിയിൽ ജനിച്ചവർക്ക് അത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല.